19 പേരാണ് ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. 15 പേര് സൗദികളാണെന്ന് പറഞ്ഞു. ഇതിൽ പ്രധാനികളായിട്ട് നിന്നത് 2 വ്യക്തികളാണ്. ഈ 2 ആളുകൾ, ഇതിലൊരാളെ നിങ്ങൾക്കറിയാം, ചിത്രം കൊണ്ട് തന്നെ മാസ്റ്റർ മൈൻഡ്സ് എന്ന് നമുക്ക് വിളിക്കാം. ഒന്ന് ഒസാമ ബിൻ ലാദൻ, രണ്ടാമത്തെ ആള് ഒരു മുഹമ്മദ് ആറ്റ എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ മിലിറ്റൻ്റാണ്. ഇദ്ദേഹമാണ് ഈ ഹൈജാക്കിങ്ങിന് നേതൃത്വം കൊടുത്തത്. ഒരു ആദ്യം കൊണ്ടുപോയി ഇടിച്ച ഫ്ലൈറ്റ് ഇദ്ദേഹമായിരുന്നു നിയന്ത്രിച്ചിരുന്നത് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ. ഇദ്ദേഹമാണ് അത് കൊണ്ടുപോയി ഇടിപ്പിക്കുന്നതും. ഇതിൻ്റെ കംപ്ലീറ്റ് സൂത്രധാരൻ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന ഒരു പ്രൊഫസർ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പിന്നീട് എഴുതിയ ഒരു സംഗതി ജേണലിൽ വന്നത് ഇങ്ങനെയാണ്. അതിൽ നിങ്ങൾക്ക് കാണാം, 1999 ജർമ്മനിയിൽ ഈ പറയുന്ന വ്യക്തി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു തീസിസ് എഴുതി. അർബൻ ഡെവലപ്മെൻറ്റ് ഇൻ സിറിയ എന്ന് പറയുന്ന ഒരു തീസിസ് പ്രസൻറ്റ് ചെയ്തു. ആ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അറിയാം, ഒരു തീസിസ് അല്ലെങ്കിൽ ഇതുപോലെ റെക്കോർഡ് ബുക്കൊക്കെ വെക്കുന്ന അറിയുമായിരിക്കും. അങ്ങനെ ഒരു 152 പേജുള്ള ഒരു തീസിസ് സബ്മിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ആദ്യത്തെ പേജിൽ ഇദ്ദേഹം എഴുതിയത് ഖുർആനി എന്നുള്ളൊരു വേഴ്സാണ്. നമ്മളൊക്കെ എഴുതാറുണ്ട്, അക്നോളജ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കാറുണ്ട്. ഡെഡിക്കേറ്റ് ദിസ് വർക്ക് ടു. പുസ്തകം എഴുതിയ ആളുകൾക്കൊക്കെ അറിയാം, ഏത് പുസ്തകം എടുത്ത് വായിച്ചാലും അറിയാം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ സഹപാഠികൾക്കും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ എൻ്റെ സഹധർമ്മിണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഇദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തത് ആർക്കാണ്? ഇതുപോലെ ഖുർആനിലൊരു വാചകമാണ്. ആ വാചകത്തിലേക്ക് വരാം. അപ്പം അന്ന് അത് എഴുതിയപ്പോൾ ഇവരതിനെ നിരീക്ഷിക്കുന്നത് അന്ന് തന്നെ ഇയാളിലുള്ള ആ ഒരു റാഡിക്കലൈസേഷൻ മണത്ത് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു വ്യക്തി എങ്ങനെയാണ് മത ആശയം തലയിലേക്ക് കയറി കഴിയുമ്പോൾ അതിൽ ഇങ്ങനെ ജീവിച്ച് അത് മാത്രം തലയിൽ കൊണ്ട് നടന്ന് അത് എല്ലാ സ്ഥലത്തും പ്രകടിപ്പിക്കുന്ന ഒരു പ്രകടനപരത പോലും അതിലേക്ക് വരുന്നതൊക്കെ എങ്ങനെയെന്നുള്ളത് പിന്നീട് നമുക്ക് കാണാൻ കഴിയാണ്. അദ്ദേഹം ഒന്ന് എഴുതിയ ഖുറാനിക സൂക്തം ഇതാണ്: ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയ വമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. തീർച്ചയായും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ആരാധനാ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. ഇതാണ് അദ്ദേഹം എഴുതിയത്. ഖുറാനിലെ 6-ാമത്തെ അധ്യായം 162-ാമത്തെ സൂക്തമാണ്. ഖുറാനിലുള്ളൊരു വാചകമാണ്. ഇത് നമ്മൾ നിസ്കാരത്തിലൊക്കെ എപ്പോഴും ചൊല്ലുന്നതുമാണ് ഈ വിശ്വാസികൾ. ഇത് മുഹമ്മദ് അത്ത മാത്രമല്ല തൻ്റെ കിതാബിൽ എഴുതിയത്. വേറെയും ചില പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ എഴുതിയിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ഇതിലൊരു വ്യക്തിയാണ് അത് എഴുതിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ ഞാൻ പറഞ്ഞു, ഈ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് കോളേജിലെത്തി. ഫസ്റ്റ് ഇയറിൽ കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്ന ഒരു റെക്കോർഡ് ബുക്ക് വന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഞാൻ എഴുതിയതും ഇതേ സാധനം തന്നെയായിരുന്നു. എത്രമാത്രം നമുക്ക് ഇത് നമ്മളെ സ്വാധീനിച്ചു എന്നുള്ളത്. അതായത് അന്ന് നമ്മളെ മനസ്സിൽ എന്താണ് അമേരിക്ക സാമ്രാജ്യത്വ ഭീകര സത്വം അല്ലേ, അങ്ങനെയുള്ള ഒരു ഭീകര സത്വത്തിന് കൊടുത്ത പ്രഹരമായിരുന്നു ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം. അതിന് നേതൃത്വം കൊടുത്തത് മഹാനായ അൽ ഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദനാണ്. അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചത് മുഹമ്മദ് അത്തയാണ്. മുഹമ്മദ് അത്ത എന്ന് പറയുന്ന ആൾ തികഞ്ഞ വിശ്വാസിയാണ്. തൻ്റെ ഓരോ ചുവടിലും മതത്തിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. നമ്മളൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരിക്കും മുഹമ്മദ് അത്ത. ഇതായിരുന്നു അന്ന് എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. നമ്മുടെയൊക്കെ ഒരു ഹീറോ ആയിരുന്നു സത്യത്തിൽ മുഹമ്മദ് അത്ത. പക്ഷേ അതിലൊരാൾ പൊട്ടിത്തെറിച്ചു. ഇന്നിപ്പോൾ ഒരാൾ ഇതേപോലെ ഇസ്ലാമിനെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതാണിപ്പോൾ കാലം കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത്. അതാണ് അതിലേക്ക് വഴി വെച്ചത് എന്ത്? ഇതുപോലെയുള്ള കൂടിച്ചേരലുകളും ഇൻ്റർനെറ്റ് തന്നെയാണെന്ന് പ്രധാനമായിട്ട് പറയും. അതാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്, ഇൻ്റർനെറ്റ് നമുക്ക് ഇസ്ലാമിൻ്റെ അന്ത്യം കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കേതമായിരിക്കും ഈ ഇൻ്റർനെറ്റ് എന്ന് നമ്മൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. വിവരങ്ങൾ അറിയാനും ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധമുണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകൾ വർദ്ധിച്ചു. അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് പൊട്ടിത്തെറിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് അന്ന് സംഭവിച്ചത്. പക്ഷേ ഈ സെപ്റ്റംബർ 11-ന് ശേഷം അമേരിക്ക പിന്നെ ഒരു വാർ ഓൺ ടെറർ എന്ന് പറയുന്ന പേരിട്ടിട്ട് തന്നെയുള്ള ഒരു യുദ്ധങ്ങളും ഒരു ഇസ്ലാമിക് ടെററിനെ അവിടെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ടും കൽപ്പിച്ചുള്ള ശ്രമത്തിലേക്ക് കടന്ന്
ചെല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം എന്താ നടന്നതെന്ന് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു വരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഇതുപോലെ സൈന്യത്തെ അയച്ചുകൊണ്ട് ഭീകരവാദം എവിടെയെല്ലാം ഉണ്ടോ അവിടുന്നെല്ലാം ഇതിനു വേണ്ട ആളുകൾ, പ്രധാനമായിട്ട് അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് വ്യക്തികളാണ്, അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ ഒസാമ ബിൻ ലാദൻ തന്നെയായിരുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് ശേഷം നമ്മൾ ഇന്ന് കാണുന്ന ചില കാഴ്ച എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന അഭയാർത്ഥി പ്രശ്നം, ദ റെഫ്യൂജി ക്രൈസിസ്. നമുക്കറിയാം, ഇതിൽ അമേരിക്ക ഒസാമ ബിൻ ലാദനെ കൊന്നിട്ടൊക്കെ വർഷങ്ങളായി. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ സവാഹിരിനെ കൊന്നു കഴിഞ്ഞു. ഡ്രോൺ ആക്രമണത്തിലാണ് കൊന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണത് സംഭവിച്ചത്, അഫ്ഗാനിസ്ഥാനിൽ തന്നെ. അപ്പോൾ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം കൊന്നു കഴിഞ്ഞു. തീവ്രവാദികളെ അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദികളെയൊക്കെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞു. ഇനി ഇത്തരം ഭീകരവാദ പ്രവൃത്തികൾ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ തക്കതായ ആളുകളെ നിലവിൽ ജീവിച്ചിരിപ്പില്ല എന്ന ഒരു അനുമാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഐസിസ് വന്നു. അതിനെ നേരിട്ടത് നമുക്കറിയാം, ഇറാഖിലും സിറിയയിലും യമനിലും ആ ഭാഗങ്ങളിലെല്ലാം നടന്ന അക്രമങ്ങൾ. എന്തായാലും അതിനൊക്കെ ഒടുവിൽ സംഭവിച്ചത് ഈ പറയുന്ന അഭയാർത്ഥികളുടെ ഒരു പ്രവാഹമായിരുന്നു. മിഡിൽ ഈസ്റ്റ് സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക റീജിയനിൽ നിന്ന് യൂറോപ്പിലേക്കും മറ്റ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും. എന്നാൽ ഇതേ സമയം ഇപ്പുറത്ത് പാലുകാച്ചൽ, അപ്പുറത്ത് ഉരുളികമഴ്ത്തൽ എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന പല തീവ്രവാദികളും ഹൂറികളോടൊത്ത് ആർത്തുല്ലസിച്ച് അവിടെ ജീവിക്കുന്ന ഒരു കാലമാണ്. ഇതാണ് ഒരു സ്ഥലത്ത് നടക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഈ പറയുന്ന ആശയം അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പ്രവൃത്തികളിലേക്ക് ഇറങ്ങി തിരിച്ചത് ഈ മതം തലയിലേക്ക് കയറി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ്. മതത്തിൻ്റെ പേരിലുള്ള അധ്യാപനങ്ങൾ, മതത്തിൻ്റെതായിട്ടുള്ള അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകൾ, അവരുടെ മുന്നിൽ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ദൈവത്തിനെ രക്ഷിക്കാനുള്ള വഴി, മതത്തിനെ രക്ഷിക്കാനുള്ള വഴി, അതിനുവേണ്ടി ഇല്ലോജിക്കലായിട്ടുള്ള മതനിന്ദ നിയമങ്ങൾ വരെ പടച്ചുണ്ടാക്കി അതുവഴിയാണ് ദൈവത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഈ പറയുന്ന നിയമങ്ങളുടെയൊക്കെ ഒരു പൊള്ളത്തരം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആലോചിക്കും, ശരി, ഒരു ഭീകരവാദിയും ഇന്ന് നിലവിലില്ല, എല്ലാ ഭീകരവാദികളും ഇല്ലായ്മ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുക. പ്രശ്നം തീരുമോ? എന്നാൽ അതിനു മുന്നേ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? അതും നമ്മൾ ആലോചിക്കണമല്ലോ. പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചരിത്രം പഠിപ്പിക്കുന്നത്. ഷിയ സുന്നി പ്രശ്നം, ഈ ഷിയ സുന്നി പ്രശ്നം മാത്രമാണ് സത്യത്തിൽ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്നത്. പല സ്ഥലങ്ങളിലും ഈ ഒരൊറ്റ പ്രശ്നം, ഇതിൽ അമേരിക്കയ്ക്ക് യാതൊരു പങ്കുമില്ല. ഇസ്ലാമിലെ 4 ഖലീഫമാരിൽ 3 പേര് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അത് ഈ പ്രശ്നത്തിൻ്റെ പേരിലാണ്. എത്ര വിശ്വാസികൾക്ക് അറിയാതെ? പരസ്പരം വെട്ടിയും കുത്തിയും കൊന്നു 4 ഖലീഫമാരിൽ 3 പേരും. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും ആവർത്തിക്കുന്നത് തന്നെ. ഏറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കേട്ടു, ഒരു ഇമാം അടക്കം വെള്ളിയാഴ്ച, നമ്മൾ തമാശക്കാണെങ്കിലും പറയാറുണ്ട്, വെള്ളിയാഴ്ച പള്ളി പോയാൽ ബോംബ് പൊട്ടി മരിക്കും, പോയില്ലെങ്കിൽ പടച്ചോൻ തീയിലിടും. എന്തായാലും പ്രശ്നമാണ്, തീപ്പൊള്ളൽ എന്തായാലും ഏൽക്കും. ഇതാണ് അവസ്ഥ ഇന്ന് പറയുന്ന ഇസ്ലാമിക പല ഇതുപോലെയുള്ള രാജ്യങ്ങളിലും. ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മറ്റേതെങ്കിലും സ്ഥലമോ അതല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നം സൃഷ്ടിക്കുന്ന മറ്റേതെങ്കിലും മതമോ ഈ ഒരു അളവിൽ നമുക്ക് ഉള്ളതായിട്ട് കാണിച്ചു തരാൻ ആർക്കെങ്കിലും സാധിച്ചാൽ അതിനെല്ലാം വിമർശിച്ച് ഇതുപോലെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ നമ്മൾ സ്വീകരിക്കുന്നതാണ് എന്ന് ഇതിനോടകം അറിയിച്ചുകൊള്ളുന്നു. ഇനി ഒരു അവസാന ചോടും കൂടിയുണ്ട്. എല്ലാവരും മരിച്ചു, ഒരു മുസ്ലിം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എന്നാ തീരുമോ ഈ പറഞ്ഞ പ്രശ്നം? കാരണം ഓരോ മുസ്ലിമിൻ്റെയും മതപരമായ കർത്തവ്യം എന്ന് പറയുന്നത് സദാസമയം ജിഹാദിൽ ഏർപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അത് വാളെടുത്തിട്ടുള്ള ജിഹാദിന് അവസരമുണ്ടായാൽ അതില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തോടെങ്കിലും ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ജിഹാദ് ഇല്ലാത്തൊരു നേരം ഈ പറയുന്ന യഥാർത്ഥ മുസ്ലിമിനില്ല. നമ്മൾ ഈ പറയുന്നതൊന്നും നമ്മളെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചല്ല. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളിത് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കാതാണ്, ഇവിടെ നമ്മൾ കാണുന്ന മുസ്ലിങ്ങളൊന്നും ഇങ്ങനെയല്ലല്ലോ എന്നാണ് ചോദിക്കുക. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ല, അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല.
അത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നമ്മളുടെ ചുറ്റുമുള്ള പല മതവിശ്വാസികളുടെയും വിഷയം അത് തന്നെയാണ്. അവർക്ക് മതം എന്താണെന്നറിയില്ല. അവർ ജനിച്ചു വീഴുന്നത് ഏതെങ്കിലും ഒരു മതത്തിലായതുകൊണ്ട് അതാണ് ശരിയെന്ന് ധരിച്ച് അത് മാത്രമാണ് യഥാർത്ഥ വസ്തുതകൾ എന്ന് അവർ ഒരു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മതം എന്തോ ഒരു ചക്കരയാണ് എന്ന് ചിന്തിച്ച് അതിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അത്രയേ ഉള്ളൂ. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ എന്തൊക്കെയായാലും ഷിയ സുന്നി പ്രശ്നമായാലും ശരി, അമേരിക്ക തുടങ്ങി വെച്ച ഭീകരവാദ വേട്ടയായാലും ശരി, അവസാനം